ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2 BHK 3 BHK ഭവനങ്ങൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086 3999995 8086 7999992. മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വല മാതൃകയായി കാളിയാർ റോഡ് അഷേഖ് അബ്ദുറഹ്മാൻ വലിയുള്ളാഹി തങ്ങളുടെ ചന്ദനക്കുടം ആണ്ടുനേർച്ച ആഘോഷിച്ചു. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികളാണ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പള്ളി അങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത്. 65ഓളം ഗജവീരന്മാരും വിവിധ വാദ്യമേളങ്ങളും അകമ്പടി സേവിച്ച ആഘോഷങ്ങൾ ഞായറാഴ്ച രാവിലെ സമാപിക്കും. രാവിലെ ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലക്കുളത്തിന്റെ നേതൃത്വത്തിൽ മൗലിദ് പാരായണവും ഖത്തം ദുആയും അന്നദാനവും നടന്നു. ഉച്ചയോടെ കേന്ദ്ര ജമാഅത്തിന് കീഴിലുള്ള പ്രധാനപ്പെട്ട 4 നേർച്ചകൾ പള്ളിയിലെത്തി. തുടർന്ന് വിവിധ മഹലുകളിൽ നിന്നുള്ള നേർച്ചകൾ പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ പുലാക്കോട് പങ്ങാരപ്പിള്ളി മഹല് നേർച്ചയെത്തി. സെക്രട്ടറി TH മുസ്തഫ കൊടിയേറ്റം നിർവഹിച്ചു. 3 മണിയോടെ തൃക്കണായ മഹല് നേർച്ച എത്തിയപ്പോൾ സെക്രട്ടറി VA യൂസഫും 4 മണിക്ക് എളനാട് കിഴക്കേമുറി വിഭാഗത്തിന്റെ സെക്രട്ടറി NS അബ്ദുൾ റഹ്മാൻ ഹാജിയും കൊടിയേറ്റം നടത്തി. 5 മണിയോടെ കാളിയാറോഡ് മഹല് നേർച്ചയെത്തി. സെക്രട്ടറി KM സൈദാലി കുഞ്ഞുമണി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KI അബ്ദുൾ അസീസ്, സെക്രട്ടറി PS മൊയ്തു, ട്രഷറർ KM രാജേഷ് ഖാൻ, വൈസ് പ്രസിഡന്റ് PS കാസിം ഹാജി, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഇബ്രാഹിം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 65ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെ 80ഓളം യുവജന കമ്മിറ്റികൾ വാദ്യമേളങ്ങളുമായി എത്തിയതോടെയാണ് ആഘോഷം പാരമ്യത്തിലെത്തി. ഞായറാഴ്ച രാവിലെയാണ് നേർച്ചാഘോഷങ്ങൾ സമാപിക്കുക. ചിരിയാണ് ആ ചിരിയിൽ വിരിയണതെന്ത്